എന്തിനും ഏതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചായക്കടക്കാരനെന്ന് വിളിച്ച് പരിഹസിക്കുന്ന, പുച്ഛിച്ച് തള്ളുന്ന കുറെ പ്രബുദ്ധ മലയാളികളുണ്ട്. പറയുന്നത് കേട്ടാൽ തോന്നും കേരളം ഭരിച്ചിരുന്നവരെല്ലാം PhD ഹോൾഡേഴ്സ് ആണെന്ന്. ചായക്കടക്കാരന്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയവന്മാർ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആ ചായക്കടക്കാരന്റെ സ്വപ്നങ്ങളാണ് ഇന്ന് ലോകം മുഴുവൻ കീഴടക്കുന്നത്. ആർക്കും തടുക്കാനാവാത്ത ഒരു വലിയ കുതിപ്പിലാണ് ഇന്ന് നമ്മുടെ രാജ്യം. തള്ളാണെന്ന് പറയാൻ വരട്ടെ, ഇന്ത്യയുടെ സ്വന്തം അഭിമാനമായിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ ഇനി വിദേശ രാജ്യങ്ങളിലെ പാളങ്ങൾ കീഴടക്കാൻ പോവുകയാണ്. അതെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള ബ്രസീലും ചിലിയും ഉൾപ്പെടെയുള്ളവർ വന്ദേ ഭാരത് സ്വന്തമാക്കാൻ അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഹൈ ഡിമാൻഡിന് കാരണം ഊഹിക്കാമോ? വിദേശ കമ്പനികൾ നിർമ്മിക്കുന്ന ഇതേ സൗകര്യങ്ങളുള്ള ട്രെയിനുകൾക്ക് വന്ദേ ഭാരതിനേക്കാൾ 10 മടങ്ങ് വിലയാണ്. 10 വിലയ്ക്ക് ഏറ്റവും മികച്ച വേഗതയും വൃത്തിയും ലോകോത്തര സൗകര്യങ്ങളും നൽകാൻ വന്ദേ ഭാരതിന് കഴിയുന്നു. ലാറ്റിൻ അമേരിക്ക മാത്രമല്ല, ഏഷ്യയിലെ നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളും ഈ അത്ഭുത ട്രെയിൻ വാങ്ങാൻ വരി നിൽക്കുകയാണ്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. 54 വർഷത്തോളം രാജവാഴ്ച പോലെ ഒരു കുടുംബം ഈ രാജ്യം ഭരിച്ചു മുടിപ്പിച്ചു. ഇന്ത്യൻ റെയിൽവേ എന്ന പേരിൽ അവർ നമുക്ക് ബാക്കി വെച്ചത് തുരുമ്പെടുത്ത പാളങ്ങളും അഴുക്കു പിടിച്ച ട്രെയിനുകളുമായിരുന്നു. ട്രെയിനിൽ കയറാൻ തന്നെ ജനങ്ങൾക്ക് അറപ്പായിരുന്നു. പക്ഷെ ഗതികേട് കൊണ്ട് മാത്രം കയറി. എന്നാൽ കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യയുടെ ഭാഗധേയം നിശ്ചയിക്കുന്ന നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ റെയിൽവേ അടിമുടി മാറ്റിമറിച്ചു. ഇന്ത്യക്കകത്ത് മോദിയോട് വിരോധമുള്ള ചില വക്രബുദ്ധികൾ വന്ദേ ഭാരതിന് നേരെ കല്ലെറിഞ്ഞ് പകതീർക്കാൻ നോക്കി. പക്ഷെ ഈ ട്രെയിൻ ജനങ്ങളുടെ ഹൃദയം കീഴടക്കി കുതിച്ചു പായുകയായിരുന്നു. ഇന്നലെ വരെ സാങ്കേതിക വിദ്യയ്ക്കായി നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി നിന്നു. ഇന്നോ ലോകം ഇന്ത്യയുടെ മുന്നിലേക്ക് വരികയാണ്. കയറ്റുമതി മുന്നിൽ കണ്ട് ലോകമാകെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഗേജ് ട്രാക്കുകൾക്ക് അനുയോജ്യമായി വന്ദേ ഭാരത് ട്രെയിനുകൾ മാറ്റിയെടുക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ. ഇതൊരു ട്രെയിനിന്റെ മാത്രം വിജയമല്ല. 2047 വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രിയുടെ വലിയ സ്വപ്നം നമ്മുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമാകുന്നതിന്റെ നേർക്കാഴ്ചയാണ്. പഴയ ഇന്ത്യക്ക് തുരുമ്പിച്ച പാളങ്ങളിലെ നിരാശയായിരുന്നെങ്കിൽ പുതിയ ഇന്ത്യക്ക് ലോകം കീഴടക്കുന്ന തിളങ്ങുന്ന ട്രെയിനുകളുടെ ആവേശമാണ്. ഇത് BJP സർക്കാരിന്റെ മാത്രം വിജയമല്ല, മറിച്ച് രാജ്യത്തിലെ കള്ളനും കൊലപാതകയും ഒക്കെ ഒരുമിച്ച് അലയൻസ് ഉണ്ടാക്കിയിട്ടും മൂന്നാമതും BJPക്ക് തന്നെ ഭരണം സമ്മാനിച്ച ഓരോ ഭാരതീയന്റെ വിജയം കൂടിയാണത്. അതെ, നമ്മുടെ ആ വലിയ സ്വപ്നം നിറവേറുകയാണ്. ഇന്ത്യയുടെ ഈ കുതിപ്പിനെ ഇനി ഒരുത്തനും തടുക്കാനാവില്ല. ന്യൂസ് ഡെസ്ക് കേരള.